മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വാളയാർ കേസിൽ യഥാർത്ഥ കുറ്റവാളി ആരെന്ന് നാട്ടിൽ ചോദിച്ചാൽ അറിയാമായിരുന്നു. കുറ്റവാളികളെ മഹത്വവത്കരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കളമശ്ശേരി ലഹരി കേസിൽ കുട്ടികളുടെ രാഷ്ട്രീയം ചികഞ്ഞു പ്രചരിപ്പിച്ചു. എന്തായിരുന്നു വാളയാർ കേസിൻ്റെ അവസ്ഥ എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. കളമശ്ശേരി പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ ചിലത് ഉടനെ ആ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണം ആരംഭിച്ചു. ഇടതുമുന്നണി മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന സ്ഥിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ചില മാധ്യമങ്ങൾ അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടെ ചില മാധ്യമങ്ങൾ വല്ലാതെ പരിഭ്രാന്തിയിലാവുകയും അവർ അധാർമികതയുടെ ഏതറ്റത്തേക്കും സഞ്ചരിക്കും എന്ന നിലയും ഉണ്ടാവുകയാണ്. കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം ഇതാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിലാണെന്നും മനസ്സിലാക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അനുജ, പലരും പറയാത്തതും മറച്ചുവെക്കുന്നതുമായ സത്യങ്ങൾ ദേശാഭിമാനി പൊതുജനങ്ങളിൽ എത്തിക്കുന്നു എന്ന ഒരു മുഖവുരയോടെയാണ് മാധ്യമങ്ങൾക്കെതിരെ കടുത്ത വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാളയാർ കേസിൽ, ഒപ്പം തന്നെ കളമശ്ശേരി ലഹരി, അതുൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നേരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. മാധ്യമങ്ങൾ വസ്തുതകൾ മറച്ചുവെക്കുകയാണ്, തെറ്റായ വിവരങ്ങൾ നൽകി സമൂഹത്തെ വഴിതെറ്റിക്കുന്നു. ഇത് നാടിന്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് വിഘാതമാണ് ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നത് കൂടി ഉണ്ടാകുന്നത്. ചങ്ങാത്ത മുതലാളിത്തം ഈ ഒരു മാധ്യമ രംഗത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊരു കാര്യം, മൂന്നാം വട്ടം ഇടതുമുന്നണി അധികാരത്തിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് മാധ്യമങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിലുണ്ട് എന്ന് പറയുന്നു. കളമശ്ശേരി ലഹരി കേസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയം ചികഞ്ഞു നോക്കി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് ശരിയല്ല, ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല എന്നിങ്ങനെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ദേശാഭിമാനിയുടെ കോഴിക്കോട് മേഖലാ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശരി, മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം.